നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ പേർളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. LDF ജയിക്കും. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം മാത്രമല്ല, കേരളത്തിലെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും LDF വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് ജനഹിതം. പോളിംഗ് സമാധാനപരമായിട്ട് തന്നെയാണ് രാവിലെ ആരംഭിച്ചത്. ഞാൻ പെർളശ്ശേരി AKG സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 78-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് ചെയ്തത്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം ഒന്നിച്ചു വന്ന് അവർ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്ത്, ഞാൻ വോട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. ഇത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനും ഒപ്പം MB ഫണ്ട് പാഴാക്കാതെയുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുമുള്ള ജനവിധിയാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ കോൺഗ്രസ്സിനാവില്ലെന്ന് കോൺഗ്രസിൻ്റെ ചെയ്തികൾ ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരവേല ആരംഭിച്ച ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കോൺഗ്രസ്സിന് വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ്. കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും അത് ഉണ്ടാവില്ലെന്ന് കരുതിയ കോൺഗ്രസിൻ്റെ അണികൾക്ക് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് നിലവിലുള്ള MPയും KPCC പ്രസിഡൻറ്റുമായ ആളുടെ മുൻ PA പോലും BJPയിലേക്ക് പോയത്. മാത്രമല്ല, സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ തയ്യാറാക്കിയതിലെ പിഴവ് മൂലം അത് തള്ളപ്പെട്ടു. BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP ചേരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതൊരു ഒത്തുകളിയാണ്. കോൺഗ്രസ് BJP ഒത്തുകളി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ്സിനെ നാണം കെടുത്തിയും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെ നാണം കെടുത്തിയുമാണ് കോൺഗ്രസിൻ്റെ നോമിനേഷൻ തള്ളപ്പെടുകയും BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു നോമിനേഷൻ പോലും നേരാമണ്ണം പൂരിപ്പിക്കാത്ത ഒത്തുകളി നടത്തിയ ആ രാഷ്ട്രീയം അത് ജനങ്ങൾ തിരിച്ചറിയും. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നുവെന്നും അത് BJP മുന്നണിയിൽ ചേരുമെന്നും ഈയിടെയാണ് പഴയ കോൺഗ്രസ് നേതാവ് കൂടിയായ ഹേമന്ത് വിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ്. പിന്നെ വികസന വിരുദ്ധരാണ് കോൺഗ്രസ്സുകാർ. അത് KPCC പ്രസിഡൻറ്റിൻ്റെ മുൻ PA തന്നെ സാധൂകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വികസനത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു MPയാണ് KPCC പ്രസിഡൻറ്റ് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് വികസന വിരുദ്ധ നിലപാട് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്നത് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കേവലം അബദ്ധവശാൽ പറ്റുന്നതല്ല. ആകെ MB ഫണ്ട് ലഭിച്ചതിൻ്റെ 1/5 പോലും തുക ചെലവാക്കാൻ കഴിഞ്ഞില്ലെന്ന പ്രശ്നം വികസനത്തോട് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.